എന്റെ അമ്മേ റെഡി ആയിട്ട് നിക്കായിരുന്നു ഇജോക്കുട്ടാ. താങ്ക് യു. ഭയങ്കര സ്റ്റൈലിലാണല്ലോ മുടിയൊക്കെ. ഇത് ഏതാ ഈ വാവ? ഒന്ന് പറഞ്ഞു തരും വാവയെ കുറിച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയ റോമിയോ. ടോമിയോ? റോമിയോ റോമിയോ ഇവനാണ് അവൻ. കള്ള. ഞാൻ വന്നപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്ക ഇവാൻ ഇവാൻ ഇവാൻ. ഇവാൻ കുട്ടാ, ബിന്നിയെ മനസ്സിലായോ ആരാന്ന്? ബിന്നി ആന്റിയെ മനസ്സിലായല്ലേ? ബിന്നി ആന്റി ഇന്ന് കാലത്ത് വന്നപ്പോ തൊട്ട് എന്റെ അടുത്ത് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് ഇവാൻ കുട്ടനെ കാണണം. അയ്യോ ഹാർട്ട് നിന്നു. ശരി, അല്ല നെഞ്ചത്ത് പിടിച്ചു, അല്ല ഉളുക്കി പിടിച്ചതാ, കോച്ച് പിടിച്ച. അതെ, കാലത്തോട്ട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് ഇവാൻ കുട്ടനെ കാണണം, എനിക്ക് ഇവാൻ കുട്ടനെ സ്നേഹിക്കണം, ഇവാൻ കുട്ടനെ കിസ് ചെയ്യണം. അതെ, എനിക്ക് വയ്യ. എന്നിട്ട് എന്റെ ലിപ്സ്റ്റിക് ആ കവിളില് ഒന്ന് പതിയണം. സീല് തൂത്ത് ഇപ്പഴേ തൂത്തു സീല് വെച്ച പോലെ വേണോ? മാത്രമല്ല മറ്റേ കൊച്ചു വന്നായിരുന്നല്ലേ, ഏതാണ് നമ്മുടെ ലച്ചു, കൊച്ചു അല്ല ലച്ചു. ആ ലച്ചു കുട്ടിയെ ബിന്നി വഴക്ക് പറഞ്ഞു. എന്റെ അടുത്ത് വന്ന് പറയാതിരുന്നാ മതി. വഴക്ക് പറഞ്ഞു, എന്തിനാ എന്റെ ഇവാൻ കുട്ടനെ നീ സ്നേഹിക്കുന്നൊക്കെ ചോദിച്ചപ്പോൾ വലിയ അടിയായിരുന്നു. അയ്യോ, ആന്റിക്ക് എത്ര വയസ്സായി? എടാ, ഈ സ്നേഹത്തിന് വയസ്സുണ്ടോടാ? ഞാൻ പറഞ്ഞു എന്റെ ആ ഇവാൻ കുട്ടൻ നിന്റെ അല്ലാന്ന് പറഞ്ഞു. കണ്ടോ, അത് ലച്ചുവിനാണെങ്കിൽ ഒട്ടും പിടിച്ചില്ല. എനിക്കിപ്പോ ഷോക്കടിക്കും. ലച്ചൂട്ടിനെ ആയിരുന്നു എനിക്കിപ്പോ വേണ്ടേ. ഞാനിപ്പോ ലച്ചൂട്ടിന്റെ കൂടെ ആയിരുന്നു കളിക്കണേ. പിന്നെ വേറൊരു സംഭവമാണെങ്കിൽ ഇപ്പൊ എന്നെ അടിക്കൊന്നുമില്ല. അല്ല, ഇന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്നെ അടിക്കാൻ വന്നുണ്ട്. ലച്ചൂട്ടി പറഞ്ഞു, ആ MJ അങ്കിള് എന്തെങ്കിലും പറയും, അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ടി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ആ താരയുടെ അടുത്ത് ചെയ്യണത് ശരിയല്ല. അത് പാവം. ആ ലച്ചുകുട്ടി ഇന്ന് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സാണെങ്കിൽ താര കൊടുത്ത ഡ്രസ്സാ. നിങ്ങൾ തീരുമാനിച്ചില്ലേ ആക്ച്വലി കട്ടീസാണ്, പക്ഷെ താരയോട് കട്ടീസ് ആണെന്ന് പറയണ്ട. അല്ല, പക്ഷെ താരയോട് പറയണ്ട, ഇത് സീക്രട്ട് ആക്കി വെക്കാം. അവളോട് കട്ടീസ് എന്ത് ഞാൻ താരയോട് മിണ്ടും. ഇല്ല, ലച്ചു ഇപ്പൊ വന്ന് പറഞ്ഞു കള്ളത്തരത്തിലാ നിങ്ങൾ മിണ്ടുന്നതെന്ന്. ഞാൻ ഇനി ലച്ചൂട്ടിനോട് കാര്യം പറയാൻ പോവാ, എല്ലാരോടും മിണ്ടണമെന്ന്. ഒറ്റ ചോദ്യം, ഇവാൻ കുട്ടൻ ലച്ചു കാണുന്ന ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? എന്താ കാര്യം ശരിക്കും? അവളാണെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കൂല, ഞാനാണെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കും. അത് വിട്. അല്ല, അതല്ലല്ലോ ഇവിടെ വിഷയം. എന്തുകൊണ്ടാണ്? അയ്യോ, എന്തുകൊണ്ടാണ്? മുടിയാണോ, കണ്ണാണോ, മൂക്കാണോ, അവിടുത്തെ സ്നേഹമാണ് എനിക്കിഷ്ടം. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യം. അവൻ ഇത്ര ഉള്ളെങ്കിലും, ഒരു ഡപ്പയുടെ അത്ര ഉള്ളെങ്കിലും അവന് കാര്യം അറിയാം. അതായത് സൗന്ദര്യത്തിലോ പല്ലിലോ മുടിയിലോ അതല്ലെന്ന് കണ്ണിലോ മൂക്കിലോ ഒന്നും അല്ല, നെഞ്ചിലാണ് ഇരിക്കുന്നത് സ്നേഹം.